വടശ്ശേരി ദാമോദര മേനോൻ. പുതുതായി അധികാരമേറ്റ വി ഡി സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നാഷണൽ സോങ് ആയ വന്ദേ മാതരം പാടിയത് വിവാദമായിരിക്കുകയാണ്. നാഷണൽ സോങ് പാടുന്നതിന് എന്താണ് വിവാദമെന്ന് നിഷ്കളങ്കരായ ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. വന്ദേ മാതരം എന്ന് പറയുന്ന ബംഗാളി കവിത, ആനന്ദമഠം എന്ന് പറയുന്ന ഒരു നോവലിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റിന്റെ 6 സ്റ്റാൻസകളുള്ള 6 ഖണ്ഡികകളുള്ള ഒരു കവിതയാണ്. ആ കവിതയിലെ 2 സ്റ്റാൻസകൾ, 2 ഖണ്ഡികകൾ മാത്രമാണ് ഇന്ത്യയുടെ നാഷണൽ സോങ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് 6 ഖണ്ഡികകളെയും ഇന്ത്യയുടെ നാഷണൽ സോങ് ആക്കി മാറ്റാത്തത് എന്ന ചോദ്യം എല്ലാവരുടെയും ഉണ്ടാവാനുള്ള കാരണം, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഇത് ദേശീയ ഗാനമാക്കണം അല്ലെങ്കിൽ നാഷണൽ ആന്തമാക്കണം എന്ന ഒരു ചർച്ച വന്നപ്പോൾ ഇതിനകത്തെ പ്ലൂറിലിസത്തിനെതിരായ, മതനിരപേക്ഷതക്കെതിരായ ചില കണ്ടന്റുകൾ ഉണ്ട് എന്ന് കണ്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കമ്മിറ്റികളിലും ഇതിനെക്കുറിച്ച് ചർച്ചയുണ്ടായപ്പോൾ ജവഹർലാൽ നെഹ്റു, മൗലാന ആസാദ്, സുഭാഷ് ചന്ദ്രബോസ് എല്ലാവരും എതിർത്തതിന്റെ പശ്ചാത്തലത്തിലാണ് 2 വരികൾ മാത്രം അല്ലെങ്കിൽ 2 ഖണ്ഡികകൾ മാത്രം ഇന്ത്യയുടെ നാഷണൽ സോങ് ആക്കി മാറ്റിയത്. അപ്പൊ അങ്ങനത്തെ ഒരു നാഷണൽ സോങ്ങിനെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തള്ളിക്കളഞ്ഞ ബാക്കി 4 സ്റ്റാൻസകളെ ഇന്ത്യയിൽ പിൻവാതിലിലൂടെ ഇന്ത്യയുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നത് RSSന്റെയും സംഘപരിവാറിന്റെയും അജണ്ടയാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? അപ്പൊ നമ്മുടെ നാഷണൽ സോങ്ങിനെ അപമതിക്കുന്ന ആളുകളാണ് ഇതിനെ എതിർക്കുന്നത്. പാടിയില്ല എന്നുള്ളത് കൊണ്ടോ, ഇതിനെ എഴുന്നേറ്റ് നിന്നില്ല എന്നുള്ളത് കൊണ്ടോ, ഇതിനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇതിനെ എതിർത്തത് കൊണ്ടോ ആരും ദേശവിരുദ്ധരാകുന്നില്ല. ഏതെങ്കിലും ഒരു നിയമപരമായ വാലിഡിറ്റി 4 ഖണ്ഡികകൾക്ക്, ഉപേക്ഷിക്കപ്പെട്ട 4 ഖണ്ഡികകൾക്കില്ല. അത് രാജ്യത്ത് ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിൽ RSSും സംഘപരിവാറും അടിച്ചേൽപ്പിച്ചതുപോലെ ഇന്ത്യയിലും കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ പിൻവാതിലിലൂടെ, നേരത്തെ ഭാരതാംബ വിവാദമുണ്ടാക്കിയ പോലെ പിൻവാതിലിലൂടെ RSS സംഘപരിവാർ അജണ്ട അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഇന്ത്യയുടെ മതേതര സമൂഹവും കേരളത്തിലെ മതേതര സമൂഹം വലിയ ജാഗ്രതയോടെ എതിർക്കണമെന്നാണ് പറയാനുള്ളത്.